ഫോൺ സന്ദേശം ലഭിച്ചു കഴിഞ്ഞു എന്ന കാര്യം, ഇക്കാര്യത്തിൽ കൂടി പൂർണ്ണ സ്ഥിരീകരണം വരണം. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ വരുന്ന സൂചനകൾ പങ്കുവയ്ക്കുക മാത്രമാണ് വി ഡി സതീശനിലേക്ക് തന്നെ സാധ്യതകൾ വരുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ആ രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് ഒടുവിൽ കൈക്കൊള്ളുന്നു. 12 മണിക്ക് AICC നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിക്കും. രാവിലെ KC വേണുഗോപാലുമായുള്ള ആശയവിനിമയത്തിൽ രാഹുൽ ഗാന്ധി തീരുമാനം പങ്കുവെച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ തീരുമാനം KCയും അംഗീകരിക്കുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ KC വേണുഗോപാലിൻ്റെ പങ്കാളിത്തം ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 3 പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ വിവരം അറിയിക്കുക. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതിൽ കാര്യം അറിയിക്കുക, അത് ഒന്ന് ദീപാദാസ് മുൻഷി, മറ്റൊന്ന് അജയ് മാക്കൻ, മറ്റൊന്ന് മുകുൾ വാസനിക്ക്. ഈ 2 നിരീക്ഷകരും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും ചേർന്ന് ഈ തീരുമാനം പ്രഖ്യാപിക്കും. AICC ആസ്ഥാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ ഉടൻ തന്നെ വാർത്താ സമ്മേളനം തുടങ്ങിയാണ്. തൊട്ട് പിന്നാലെ തന്നെ കേരളത്തിനും അതിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവും. എന്തായാലും കേരളം കാത്തിരിക്കുന്ന പ്രഖ്യാപനത്തിലേക്ക് വരുന്നു. ഒടുവിൽ വി ഡി സതീശൻ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നുവെങ്കിൽ അതിൽ ഏറ്റവും പ്രധാന ഘടകമാവുന്നത് കേരളത്തിലെ ഘടകകക്ഷികളുടെ ആശയവിനിമയം, ഒപ്പം AK ആന്റണിയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും നടത്തിയ ആശയവിനിമയം അതിസുപ്രധാനമായി എന്നതാണ് മനസ്സിലാക്കാൻ. തീർച്ചയായും സജിത്ത്, ഇതാ 5 മിനിറ്റിനകം വി ഡി സതീശൻ ഏതാണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തും എന്നതാണ് സതീശനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് സംഘം കാത്തിരിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. വി ഡി സതീശനുമായി ചേർന്ന് നിൽക്കുന്നവർ ആ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വി ഡി സതീശൻ എത്താൻ കേവലം 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നതാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. വി ഡി സതീശനുമായി ഇപ്പോൾ ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തി. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെയും ഫോണിൽ ബന്ധപ്പെട്ടു എന്നത് തന്നെയാണ് സജിത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രമേശ് ചെന്നിത്തലയെ മാത്രമല്ല വി ഡി സതീശനും ഫോൺ സന്ദേശം നേരിട്ട് തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചു എന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാം. പക്ഷേ അത് എന്തിനാ വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണോ എന്നതിൽ ആണ് വ്യക്തതയില്ലാത്തത്. എന്തു തന്നെയാണെങ്കിലും വി ഡി സതീശന്റെ ക്യാമ്പ് വലിയ ആഘോഷത്തിൽ തന്നെയാണ്. ആ പ്രഖ്യാപനം വി ഡി സതീശന് അനുകൂലമാകുന്നു എന്ന നിലയിൽ തന്നെയാണ് വി ഡി സതീശൻ ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷ പുലർത്തുന്നത്. ഇനി ആ പേര് പ്രഖ്യാപിക്കേണ്ടതായി മാത്രമേ ബാക്കിയുള്ളൂ എന്ന നിലയിലുള്ള വിവരങ്ങൾ ആണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതാ ഇനി ഇപ്പോൾ 7 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. AICC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. വി ഡി സതീശൻ എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സതീശൻ അനുകൂലികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജിത്ത്, ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറെക്കുറെ തീരുമാനം വ്യക്തമായി കഴിഞ്ഞു. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി എന്ന കാര്യം. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു UDF മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ അതിനെ നയിക്കാൻ നിലവിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ തന്നെ കോൺഗ്രസിനെ കുഴച്ച ഏറ്റവും തർക്കങ്ങൾക്കിടവച്ച രാഷ്ട്രീയ തീരുമാനം ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്നു. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിന്റെ പ്രഖ്യാപനത്തിനാണ് കാത്തിരിക്കുന്നത്. ആ പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത്. ഇത് അനൗദ്യോഗികമായി പാർട്ടി നേതൃത്വം തന്നെ ഈ വിവരങ്ങളെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞു. വി ഡി സതീശനും അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഇതിന്റെ മുൻനിരയിൽ പോരാട്ടത്തിലുണ്ടായിരുന്ന KC വേണുഗോപാലുമായും രമേശ് ചെന്നിത്തലയുമായുള്ള ആശയവിനിമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിക്കഴിഞ്ഞു. അങ്ങനെ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് വി ഡി സതീശനെ മാറ്റി നിർത്തുന്നത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്നും സംസ്ഥാനത്തിന്റെ പൊതു സാഹചര്യം അത് സതീശന് അനുകൂലമാണെന്നും അതിനപ്പുറം ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കം കടന്നുവരുന്ന നീക്കമുണ്ടാവുന്നത് തിരിച്ചടിക്കിടയാക്കിയേക്കാം എന്ന വിലയിരുത്തൽ കൂടി തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രമാണ്. കാരണം അവരെ സംബന്ധിച്ച് 10 വർഷം മുമ്പ് തകർന്നുപോയ ഒരു മുന്നണി സംവിധാനത്തെ ചേർത്ത് ഇണക്കി മുന്നോട്ട് കൊണ്ടുപോയി ആത്മവിശ്വാസം നൽകിയ ഒടുവിൽ അത് ഭരണത്തിലേക്ക് എത്തിച്ച ഒരു മുന്നണിയുടെ നായകൻ എന്ന രീതിയിലാണ് വി ഡി സതീശന് ഈ അംഗീകാരം കിട്ടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ വി ഡി സതീശനെ ഒടുവിൽ തെരഞ്ഞെടുക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം. മുമ്പും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കർണാടകയിലാവിലും രാജസ്ഥാനിലുമൊക്കെ പ്രതിപക്ഷ നേതാവിനെ
അപ്പുറം പുതിയൊരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന അനുഭവം കോൺഗ്രസിനുണ്ടായിരുന്നു. അത് ആവർത്തിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. KC വേണുഗോപാൽ അങ്ങനെ വരുമെന്നാണ് കരുതിയത്. പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്ന് എന്നതാണ്. ഏറ്റവും ഒടുവിൽ വരെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിലുണ്ടായിരുന്നു, മുൻനിരയിലുണ്ടായിരുന്നു. ഒടുവിൽ ഇന്ന് രാവിലെ ആ തീരുമാനം ഔദ്യോഗികമായി KC വേണുഗോപാലുമായി പങ്കുവച്ചു. രാഹുൽ ഗാന്ധി 1 മണിക്കൂറാണ് KC വേണുഗോപാലുമായി ചർച്ച നടത്തി കാര്യങ്ങൾ അറിയിച്ചത്. അങ്ങനെ ദേശീയ തലത്തിൽ KC വേണുഗോപാൽ തുടരും. VD സതീശൻ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയിലേക്ക് വരികയാണ്.